ഒരു പുരോഗമന സമൂഹം സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണം. നാം എല്ലായ്പ്പോഴും വാദിക്കുന്നത് കേരളം ഒരു പുരോഗമന സമൂഹമാണ് എന്നും വിദ്യാഭ്യാസ സമൂഹമാണ് എന്നും ആണ്. പണവും പ്രസക്തിയും വാരിക്കോരി നൽകുന്ന മലയാളികൾക്കിടയിലുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് സിനിമ ഇൻഡസ്ട്രി. ഈ സിനിമ ഇൻഡസ്ട്രിക്കുള്ളിൽ പുഴുക്കുത്തുകളുണ്ട് എന്നും കൃത്യമായ മാഫിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നും അറിയാത്തവരല്ല മലയാളികൾ. ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളെ എന്ത് താരാരാധനയുടെ പേരിൽ വിസ്മരിച്ചാലും അത് ഒരു പുരോഗമന സമൂഹത്തിന് ചേർന്ന നിലപാടല്ല. ഇത് ഓരോ മലയാളിയും ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ മുന്നിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ വിശദമായി സിനിമാ മേഖലയിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളെക്കുറിച്ച് പഠിച്ച് ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇത്തരമൊരു റിപ്പോർട്ട് ഒരു സർക്കാരിന് ലഭിച്ചാൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് പൊതുജനം പ്രതീക്ഷിക്കുന്ന ചില നിലപാടുകളും നടപടികളുമുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ മനസാക്ഷിയെ നോവേൽപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഇനിയും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്നും അകന്നു മാറാൻ സാധിക്കില്ല. കേരളത്തിലെ ഓരോ ജനവിഭാഗത്തിനും ഇടതുപക്ഷം ഒരു പ്രതീക്ഷയുടെ തുരുത്താണ്. ഇത്തരമൊരു റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്ത് നടപടിയെടുത്ത് ഈ വിഷയത്തിൽ ഒരു കൃത്യമായ തീർപ്പ് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ കേരളത്തിൽ ഒരു കാലത്തും ഇത്തരത്തിലുള്ള പ്രവണതകളെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇന്ന് ഇത് കേവലം സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വിഷയമല്ല. എന്നാൽ ഇതിൻ്റെ ഏറ്റവും രൂക്ഷമായ വശം ഇന്ന് കാണാൻ കഴിയുന്നത് സിനിമ ഇൻഡസ്ട്രിയിലാണ്. അതുകൊണ്ട് തന്നെ കേരള സർക്കാർ ഇതിന് കൃത്യമായ നിലപാടെടുത്ത് നടപടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് കോടതിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കേരള സർക്കാരിൽ നിന്നും ഇന്ത്യൻ നിയമ സംവിധാനവും കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു കൃത്യമായ തീർപ്പ് ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരമായി നമ്മുടെ മുന്നിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വിഷയത്തിൽ വ്യത്യസ്ത മേഖലയിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു സംസ്ഥാന സർക്കാർ ഇത്തരമൊരു സമിതിയെ നിയോഗിക്കുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം ആമുഖമായി എടുത്തു പറയുന്നുണ്ട്. അത് ഉദ്ധരിച്ചാൽ ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് എ ഗവൺമെൻറ് ഇൻ ദിസ് കൺട്രി ഹാസ് വെഞ്ചേർഡ് അപ്പോൺ such a novel task and we are glad to be a part of this journey. ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് ചില ഗൗരവതരമായ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ് സർക്കാർ ഈ കമ്മിറ്റിയെ നിയോഗിച്ചത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളും തൊഴിൽ സാഹചര്യവും പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയും സുപ്രസിദ്ധ സിനിമാ താരം ശാരദ, റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവർ അംഗങ്ങളായുമുള്ള സമിതിയെ ചുമതലപ്പെടുത്തി. 2017 ജൂൺ 6 സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചത്. 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശിച്ചത്. നിശ്ചിത സമയത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാവാത്തതിനാൽ കാലാവധി ദീർഘിപ്പിച്ച് നൽകി. 31/12/2019 റിപ്പോർട്ട് സമർപ്പിച്ചത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ അതീവ പ്രാധാന്യം നൽകി നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. അടിയന്തര സ്വഭാവത്തിൽ പരിഗണിക്കേണ്ടതും ഉടൻ പരിഹാരം കാണേണ്ടതുമായ പ്രശ്നങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ തീർപ്പുണ്ടാക്കിയത്.
വിശദമായ പരിശോധനയിലൂടെ നടപ്പിലാക്കേണ്ട ശുപാർശകൾ തുടർന്ന് പരിഗണിച്ചു. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് പൊതുമാർഗരേഖ കൊണ്ടുവരാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന പ്രശ്നം അഭിസംബോധന ചെയ്യാനാണ് അടുത്ത ഘട്ടത്തിൽ ശ്രമിച്ചത്. സിനിമാ വ്യവസായ മേഖലയിൽ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി രൂപീകരിക്കുക എന്നത് അടിയന്തര സ്വഭാവത്തോടെ നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രധാന ആവശ്യമായിരുന്നു അത്. മറ്റൊരു പ്രധാന ശുപാർശ വനിതകൾ സംവിധായകരും സാങ്കേതിക പ്രവർത്തകരുമായി വരുന്ന സിനിമകൾക്ക് പ്രോത്സാഹനം നൽകണമെന്നതാണ്. ക്രിയാത്മകമായ ഇടപെടലാണ് ഇതിൽ സർക്കാർ നടത്തിയത്. അതിനായി ബജറ്റ് വിഹിതം നീക്കിവെച്ചു. പ്രതിവർഷം വനിതകളുടെ വിഭാഗത്തിൽ 2, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ 2 സിനിമകൾക്ക് പരമാവധി 1.5 കോടി രൂപ നൽകാൻ തീരുമാനിച്ചു. നിലവിൽ 4 സിനിമകൾ സർക്കാരിൻ്റെ ധനസഹായത്തോടെ വനിതാ സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും ചേർന്ന് പുറത്തിറക്കി. സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ വനിതകൾ നിർമ്മിക്കുന്ന മറ്റ് ചലച്ചിത്രങ്ങൾ നിർമ്മാണ ഘട്ടത്തിലാണ്. മലയാള സിനിമയുടെ ആദ്യ നായികയെ കല്ലെറിഞ്ഞോടിച്ച ഈ നാട്ടിൽ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകി അവരെക്കൊണ്ട് സിനിമ സംവിധാനം ചെയ്യിപ്പിച്ചത് എടുത്തു പറയേണ്ട നേട്ടമാണ്. അന്താരാഷ്ട്ര ചലച്ചിത്രവേദിയായ കാനിൽ പോലും ഈ നേട്ടം ചർച്ചയായത് നമ്മൾ ഓർക്കണം. കമ്മിറ്റിയുടെ ശുപാർശകളിലൊന്ന് സിനിമ, ടെലിവിഷൻ, സീരിയൽ രംഗത്തെ തർക്കപരിഹാരത്തിനും ചൂഷണം തടയുന്നതിനും ഒരു ജുഡീഷ്യൽ ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്നതായിരുന്നു. കേരള സിനിമ റെഗുലേറ്ററി അതോറിറ്റി ബില്ല് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് സർക്കാർ പരിശോധന നടത്തി. വലിയ പ്രാഥമിക ചെലവും പ്രതിവർഷം ഗണ്യമായ ആവർത്തന ചെലവും വരുന്നതാണ് അതോറിറ്റിയുടെ രൂപീകരണം. എന്നാൽ കേരള സിനി എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് റെഗുലേഷൻ ആക്ട് ഉണ്ടാക്കണമെന്നും ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്നും ഉള്ള കമ്മിറ്റിയുടെ ശുപാർശ സർക്കാർ ഗൗരവമായി തന്നെയാണ് പരിഗണിക്കുന്നത്. അത് സംബന്ധിച്ച് ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുക തന്നെ ചെയ്യും. നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ സർക്കാരിന് പരിഗണിക്കാൻ പ്രയാസങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പരിശോധനയും തീരുമാനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിക്കാനുള്ളത്. മറ്റൊരു ശുപാർശ സമഗ്രമായ സിനിമാ നയം നടപ്പിലാക്കുക എന്നതാണ്. സിനിമാ നയത്തിൻ്റെ കരട് തയ്യാറാക്കുന്നതിനായി പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജിയൻ കരുണിൻ്റെ അധ്യക്ഷതയിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കമ്മിറ്റിയിൽ സിനിമാ രംഗത്തെ വിവിധ മേഖലകളിൽപ്പെട്ടവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സിനിമാ നയത്തിൻ്റെ കരട് രേഖ ചർച്ച ചെയ്യുന്നതിനായി ഒരു കോൺക്ലേവ് നടത്തുമെന്ന് ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. സിനിമയിലെ പ്രൊഡക്ഷൻ ബോയ് മുതൽ സംവിധായകൻ വരെയുള്ള സിനിമയ്ക്ക് മുന്നിലും അണിയറയിലുമുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ച്
വിപുലമായ ചർച്ച നടത്തിയാണ് സിനിമാ നയം രൂപീകരിക്കുക. വനിതകൾക്കായി പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, ക്യാമറ ആൻഡ് ലൈറ്റിംഗ്, ആർട്ട് ആൻഡ് ഡിസൈൻ, കോസ്റ്റ്യൂം, മേക്കപ്പ്, പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവിഷൻ, മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിസിറ്റി, ഈ വിഭാഗങ്ങളിൽ തൊഴിൽ പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വഴി ആരംഭിച്ചിട്ടുണ്ട്. പരിശീലനത്തിന് ശേഷം പ്രൊഫഷണൽ ഫിലിം പ്രൊഡക്ഷൻ കമ്പനികളിൽ തൊഴിലവസരത്തിന് വഴിയൊരുക്കും. ഗുണഭോക്താക്കൾക്ക് 6 മാസക്കാലത്തേക്ക് സ്റ്റൈപ്പൻഡ് അനുവദിക്കും. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ സിനിമയുടെ ഏതെങ്കിലും മേഖലയിൽ മികവ് പുലർത്തുന്ന സ്ത്രീ, ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കായി 50,000 രൂപയുടെ പ്രത്യേക അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗോത്രവർഗ ഗായിക ശ്രീമതി നാഞ്ചിയമ്മ, ശ്രീമതി ശ്രുതി ശരണ്യം എന്നിവർ ഈ അവാർഡ് നേടിയിട്ടുമുണ്ട്. അഭിനയം വൈദഗ്ധ്യമുള്ള തൊഴിൽ മേഖലയായതിനാൽ സ്ത്രീ പുരുഷ ഭേദമന്യേ തുല്യവേതനം ഏർപ്പെടുത്തുക, അതുപോലുള്ള ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് സ്വാഭാവികമായ ചില പരിമിതികളുണ്ട്. പ്രൊഫഷണലുകളുടെ വേതനം ഒരാളിൽ നിന്ന് മറ്റൊരാളുടേത് വ്യത്യസ്തമായിരിക്കും. പ്രൊഫഷണലായ സിനിമാ താരത്തിൻ്റെ ശമ്പളവും തുടക്കക്കാരനായ നടൻ്റെയോ നടിയുടെയോ ശമ്പളവും ഒന്നാവണമെന്ന് ആഗ്രഹിക്കാമെങ്കിലും നടപ്പിലാക്കുന്നതിന് പ്രായോഗിക തടസ്സമുണ്ടാകും. മാത്രമല്ല, നിയന്ത്രണത്തിൻ്റെ പേര് പറഞ്ഞ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും തൊഴിൽ നൈപുണ്യത്തിനുമെല്ലാം അനാവശ്യ മാർഗരേഖകൾ കൊണ്ടുവരുന്നത് സിനിമയ്ക്ക് ഹിതകരമാവുകയുമില്ല. മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള ആശ്വാസകരമല്ലാത്ത പ്രവൃത്തികൾ തടയണം, ലൈംഗിക അതിക്രമങ്ങൾ തടയണം തുടങ്ങിയ ഗൗരവമേറിയ കാര്യങ്ങളാണ് റിപ്പോർട്ടിലെ മറ്റ് ശുപാർശകൾ. അതിനെല്ലാം ഇപ്പോൾ തന്നെ ക്രമസമാധാന രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികൾക്ക് ഫലപ്രദമായി ഇടപെടാൻ കഴിയും, ഇടപെടുന്നുമുണ്ട്. ഷൂട്ടിംഗ് സ്ഥലങ്ങളിലെല്ലാം ഈ ടോയ്ലറ്റുകൾ, സുരക്ഷിതമായ ഡ്രസ് ചേഞ്ചിങ് മുറികൾ, സിനിമയുമായി ബന്ധപ്പെട്ട് താമസിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യേണ്ടി വരുന്ന സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ എന്നിവയിലെല്ലാം സർക്കാരിന് മാത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതല്ല. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കോൺക്ലേവിൽ ഇതാകെ ചർച്ച ചെയ്യാവുന്നതാണ്. സിനിമാ മേഖല കുത്തഴിഞ്ഞതാണെന്നോ അതിലെ സാങ്കേതിക പ്രവർത്തകരും നടീനടന്മാരുമാകെ അസാൻമാർഗിക സ്വഭാവം വെച്ച് പുലർത്തുന്നവരാണെന്നോ ഉള്ള അഭിപ്രായം സർക്കാരിനില്ല. ഒരു റിപ്പോർട്ടിൻ്റെ ഭാഗമായി സിനിമയിലെ ചിലർക്കുണ്ടായ തിക്താനുഭവങ്ങൾ വെച്ച് 94 വർഷത്തെ പൈതൃകമുള്ള മലയാള സിനിമാ രംഗത്തെ വിലയിരുത്തരുത്. പ്രമേയത്തിൻ്റെ ശക്തിസ്ഥിരത കൊണ്ട് മനുഷ്യകഥാനുഗായികളായ എത്രയോ നല്ല ചലച്ചിത്രങ്ങൾ ജനിച്ച മണ്ണാണിത്. ലോക സിനിമാ ഭൂപടത്തിൽ മലയാളത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും എത്രയോ വട്ടം അടയാളപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട്. നൂതനമായ പരീക്ഷണങ്ങൾ കൊണ്ട് വ്യതിരിക്തമായ സിനിമാ ഭാഷയ്ക്ക് വ്യാകരണം ചമച്ച നാടാണ് കേരളം. അത്തരം ഒരു ഭാഷയിലെ ചലച്ചിത്ര രംഗത്തെ ആകെ ചെളിവാരി എറിയും തരം ആക്ഷേപങ്ങൾ നമ്മുടെ നാടിൻ്റെ
സിനിമാ പുരോഗതിക്ക് ചേരില്ല. ഈ മുഖ്യമന്ത്രി വരെ വന്നിരുന്ന് നുണ പറയാണ്. ആരെ രക്ഷിക്കാനാണ്? വേട്ടക്കാരെ രക്ഷിക്കാൻ. വേട്ടക്കാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞത്. റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉണ്ടല്ലോ, ഇപ്പൊ വെളിപ്പെടുത്താത്ത ഭാഗം, അത് വായിച്ചിട്ടില്ല എന്ന് പറയുന്നത്. 19 ഇത് കൊടുത്ത റിപ്പോർട്ട്. ഇത് 2024 4.5 കൊല്ലം കഴിഞ്ഞു. റിപ്പോർട്ട് വായിച്ച AK ബാലൻ പറഞ്ഞ കോവിഡ് ആയതുകൊണ്ട് തുടർ നടപടി സ്വീകരിച്ചില്ല. കോവിഡ് കാലത്ത് നടന്ന എല്ലാ കേസും അങ്ങനെ മാറ്റിവെക്കുകയാണ് ചെയ്തത്, എല്ലാ ക്രിമിനൽ കുറ്റങ്ങളും. ഇത് പോലീസിന് റിപ്പോർട്ട് ചെയ്യാത്ത സർക്കാരിന്റെ നടപടി, മന്ത്രിമാരുടെ നടപടി, മുഖ്യമന്ത്രിയുടെ നടപടി ക്രിമിനൽ കുറ്റമാണ്. ഈ കാര്യത്തിലേക്ക് വരാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു അറിവ് വെച്ച് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹേമ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻസും എല്ലാം തികച്ചും സ്വാഗതാർഹമാണ്. അതെല്ലാം നടപ്പിൽ വരുത്തണമെന്ന് ഈ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഇതിൻ്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട് അവരുടെ റെക്കമെൻഡേഷൻസ് വെച്ച് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു 2 വർഷം മുമ്പ് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനും ഇടവേള ബാബുവാണ് അതിൽ പങ്കെടുക്കാൻ പോയത്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചത് അതിനകത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളാണ്. അതിൽ അവർ പറഞ്ഞിട്ടുള്ള ചില റെക്കമെൻഡേഷൻസ് അനുസരിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചിരുന്നു. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശങ്ങളെന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോഴും ഇതിനെ തുടർന്ന് സർക്കാർ എന്ത് നടപടിയിലാണ് സ്വീകരിക്കാൻ പോകുന്നതിനെ പറ്റി ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളൊരാവശ്യം വരികയും അത് റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും ആ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു. അപ്പോഴും അതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെയും ഞങ്ങൾ എതിർത്തിട്ടില്ല. അതിനുവേണ്ടി ഹർജിയും പോയിട്ടില്ല. പല സ്ഥലത്തും പല സമയത്തും പല നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നല്ലോ. ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, സർക്കാരിൻ്റെ നിലപാടാണ്. കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വിടണമെന്നോ പുറത്തു വിടണമെന്നോ എല്ലാം തീരുമാനിക്കേണ്ട സർക്കാരാണ്. ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പങ്കില്ല. പിന്നെ എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൽ അമ്മ എന്ന പേരുകൾ ചില സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടൊന്നുമല്ല. അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയല്ല. ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാൻ. സിനിമാ മേഖലയിലുള്ള വനിതകൾ എന്ന് പറയുന്നതിൽ ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ്. ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ്, അവരതിന് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം ഞങ്ങളുടെ അംഗങ്ങൾക്ക് കൂടി ഗുണപ്രദമാകുന്നതാണ്. ആ തൊഴിലെടുത്ത് വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ അംഗങ്ങൾ ജോലി ചെയ്യണം എന്നുള്ളത് മറ്റാരെക്കാളും അമ്മയുടെ ആവശ്യമാണ്. അപ്പം ഞങ്ങളെപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിലെ റെക്കമെൻഡേഷൻസ് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം. അല്ലാതെ ഒരിക്കലും ഹേമ കമ്മിറ്റി അമ്മയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ടോ അല്ല. പക്ഷേ മാധ്യമങ്ങൾ ഞങ്ങളൊരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളൊരു ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അതിയായ ദുഃഖം തോന്നുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പല നിർദ്ദേശങ്ങൾക്കും ഞങ്ങൾക്ക് തന്നെയാണ് ഗുണകരമാകുന്നത്. പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെ പറ്റി പലതും പറഞ്ഞിട്ടുണ്ട്. അത് കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരാണ് അതിനു വേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത്, എവിടെ വെച്ചാണ്, ആർക്കാണ് അത്തരം ഉള്ളത് എന്ന് പറഞ്ഞ് അന്വേഷിക്കണം, അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഒരിക്കലും അങ്ങനെയുള്ള പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാനോ ഒന്നും അമ്മ തീരുമാനിച്ചിട്ടുമില്ല. പലപ്പോഴും പല മാധ്യമങ്ങളും ഉയർത്തി കാണിക്കുന്നതെല്ലാം അമ്മ ഇതിനെതിരായിട്ടുള്ളതാണോ, അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല. ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തന രീതികൾ എന്താണെന്നൊക്കെ പല വേദികളിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്നു. ഇന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊപ്പമാണ്. അതിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനും സർക്കാർ ശ്രമിക്കുന്നെങ്കിൽ അമ്മ തികച്ചും അത് സ്വാഗതം ചെയ്യുകയാണ്. അതെല്ലാം എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യവും. അത് ആ ആവശ്യം നിറവേറ്റണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോടും ആവശ്യപ്പെടുന്നത്. ആകെ ഞങ്ങൾക്ക് അതിനകത്തൊരു വിഷമം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഈ സംഘടനയിൽ മുഴുവൻ അല്ല, ഈ ഇൻഡസ്ട്രിയിൽ, മലയാളം സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെയാണ്, വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇൻഡസ്ട്രി നടന്നു പോകുന്നത്, അവിടെ ഉള്ളവരെല്ലാവരും മോശക്കാരാണ് എന്നുള്ളൊരു പ്രതിപാദിക്കുന്ന രീതിയിൽ ചില വാചകങ്ങൾ വന്നതിനോട് മാത്രമാണ് ഞങ്ങൾക്കൊരു എതിർപ്പുള്ളത്. മറ്റ് പല മേഖലകളിലും നിങ്ങൾക്കറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളും അന്വേഷിക്കാറുണ്ട്. കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാറുണ്ടെങ്കിൽ പോലും ആ തൊഴിൽ മേഖലയിലെ അടച്ചാക്ഷേപിക്കുന്ന ഒരു വ്യാഖ്യാനമോ ഒരു പ്രസ്താവനയോ ഒരാളുടെ ഭാഗത്തു നിന്നും വരാറില്ല. നമുക്കറിയില്ല ഏതെല്ലാം മേഖലകളിലാണ് ഇങ്ങനെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്.
ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതി നടത്തിയ രാഷ്ട്രീയക്കാരൻ മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറഞ്ഞ് നമ്മൾ അവരെ അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. ആ അഴിമതി നടത്തിയ വ്യക്തിയെ കണ്ടെത്തി ശിക്ഷിക്കുക എന്നല്ലാതെ അപ്പോൾ എവിടെയോ ഒറ്റപ്പെട്ട 1-2 സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മേഖല ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ അടച്ചാക്ഷേപിക്കുന്നൊരു പ്രവണത നല്ലതല്ല. ആ സിനിമയിൽ ഞാൻ എക്സ്ക്യൂസ് ആയിട്ട് പറയില്ല, സിനിമയിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകാതെ ഇത് ഭാവനയിൽ വിരിഞ്ഞ കാര്യമായിട്ട് ആൾക്കാർ പരാതി പറയുമോ? എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടവർ തന്നെ ആയിരിക്കണം പരാതി ബോധിപ്പിച്ചിട്ടുള്ളവർ. ആ എക്സ്പ്ലോയിറ്റേഷൻ പറഞ്ഞ് പരാതി രേഖപ്പെടുത്തുമ്പോൾ അതൊന്നും നടക്കുന്നില്ല, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ നമ്മൾ ആരാണ്? നേരത്തെ പറഞ്ഞ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടി വരികയാണ്. സ്വാഭാവികമായിട്ടും ഇത്രയധികം ആളുകൾ അവിടെ ഒരാൾ പോലും 2006 ശേഷമോ അല്ലെങ്കിൽ ആ ഒരു പരാതി അല്ലാതെ ഒരു പരാതി അമ്മയ്ക്ക് മുമ്പിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഇത്രയധികം ആളുകൾ കമ്മിറ്റിക്ക് മുമ്പിൽ പോയി വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ഈ കമ്മിറ്റിയുടെ കെട്ടിലും മട്ടിലും ഈ മാറ്റം വേണ്ടത് അല്ല. ഇതിനകത്ത് ഈ കമ്മിറ്റി എന്ന് പറയുമ്പോൾ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയിൽ ഒരു ക്ലോസ് റൂമിൽ വളരെ കോൺഫിഡൻസോടുകൂടി ഒരു ജസ്റ്റിസിൻ്റെ മുൻപിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു സംഘടനയിൽ ചിലപ്പോൾ ഇതേപോലെ ഇത്രയും ആർജവത്തോടെ പറയാൻ ചിലർക്ക് മടി കാണും. അതുകൊണ്ടായിരിക്കും സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കൊടുത്ത ഉറപ്പനുസരിച്ച് അവർ ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിനു മുമ്പ് അതൊരു പരാതിയായിട്ട് അമ്മയുടെ മുമ്പിൽ എത്തിയിട്ടില്ല, അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനു മുമ്പ് ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ പറഞ്ഞിട്ടുള്ള പ്രസന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അമ്മയ്ക്കൊരു പരാതിയായി ലഭിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നല്ല, നടന്നിട്ടുണ്ടാകാം. അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് പോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ, ഇതിനൊരു പരിഹാരം കൂടി ജസ്റ്റിസ് ഹേമ നിർദ്ദേശിച്ചാൽ അതിനെയും സ്വാഗതം ചെയ്യും. ജസ്റ്റിസ് ഹേമ എത്രയോ ദിവസം സിറ്റിംഗ് നടത്തിയിട്ടാണ് ഇങ്ങനെ ചില ഫൈൻഡിങ്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും. ഇങ്ങനെ ചെയ്താൽ ഇത് ഒഴിവാക്കാൻ നമുക്ക് കഴിയും. ഇങ്ങനെ ചെയ്താൽ കാസ്റ്റിംഗ് കൗച്ച് ഒഴിവാക്കാൻ കഴിയും. ഇങ്ങനെ ചെയ്താൽ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാൻ കഴിയും. ഇങ്ങനെ ചെയ്താൽ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ചെയ്താൽ ആ ടോയ്ലറ്റ് ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൂടി ജസ്റ്റിസ് ഹേമ ഇനിയും അവർക്ക് പറയാം. അവരത്രയും റെസ്പെക്റ്റഡ് ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ പറയാണ്, ജസ്റ്റിസ് ഹേമ കുറേ നിർദ്ദേശങ്ങൾ അടിയന്തരമായി സൊല്യൂഷൻസ് കൂടി വയ്ക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം അവരുടെ ഫൈൻഡിങ്സ് എല്ലാം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർക്കാണ് നമ്മളെക്കാൾ കൂടുതൽ ഈ സിനിമാ രംഗത്തുള്ള പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ആർട്ടിസ്റ്റ് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചാൽ നന്നാകും, ഒരു ഇൻഡസ്ട്രി നന്നാക്കാൻ എനിക്ക് ഇന്നതുപോലെ എൻ്റെ കമ്മിറ്റിക്ക്, എൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ ഇനിയെങ്കിലും പറഞ്ഞാൽ അതിനെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യും. അവരുടെ കൂടെ നിന്ന് ഇൻഡസ്ട്രി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സജീവമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. സർക്കാർ പറഞ്ഞ കാര്യമുണ്ട്, ഇതിനകത്ത് ഇത് ഒരു പരാതിയായിട്ട് വന്നാൽ മാത്രമേ കേസെടുത്ത് അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ. അതിന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞു, നേരത്തെ പറഞ്ഞു. അല്ല, അത് തന്നെ, അതിനെക്കുറിച്ച് അത് ഹൈക്കോടതിയിൽ ഞാൻ പറഞ്ഞില്ല, സീൽഡ് കവറിൽ ഹൈക്കോടതിയിൽ വെച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ കൂടെ ഉണ്ടാവും. പരാതി പിന്നീട് അബദ്ധമാണെന്ന് പറഞ്ഞല്ലോ. ഏതാ ഒരു നടികർക്ക് പരാതി പിന്നീട് അബദ്ധമാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പം നടി നടികർക്ക് പരാതി അബദ്ധമാണെന്ന് പറഞ്ഞു, അവസരം ഇല്ലാതാകും. അല്ല, ഇപ്പൊ ഏതായിരുന്നാലും ശരി, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അവരവരുടെ അനുഭവമാണ്. അവരവരുടെ അനുഭവത്തിന്റെ വേദനയിൽ ഉൾക്കൊണ്ട് പറയുന്ന കാര്യങ്ങളെ പരിഹസിക്കാൻ പാടില്ല. അവരുടെ വേദന അവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ആ വേദന അവർ അവസരം നിഷേധിക്കപ്പെട്ടു എന്നൊരു നടി പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ നടന്നിട്ടുണ്ടെന്നുള്ള നമ്മൾ അന്വേഷിക്കണം. ഇങ്ങനെ അവസരം നിഷേധിച്ചത് ആര് എന്ന ചോദ്യത്തിൽ ആ വ്യക്തി ഇതേപോലെ എന്തുകൊണ്ടാണ് നിഷേധിച്ചത് എന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. അല്ല, ഈ ആത്മയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗണേഷ് കുമാർ സംസ്ഥാന മന്ത്രിസഭയുടെ ഒരു അംഗമാണ്. അങ്ങനെ ഒരാൾ ആ മന്ത്രിസഭയിൽ അടക്കം തുടരുമ്പോൾ ഇനി ഇതിനകത്ത് എന്ത് നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അല്ല, ആത്മയിലെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പൊ ഗണേഷ് കുമാറിന്റെ മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, അവിടെ രാഷ്ട്രീയമൊക്കെ വരും. ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ല. ഒന്നാമത് രാഷ്ട്രീയത്തിലില്ല. രണ്ടാമത് അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. അപ്പൊ ആ രാഷ്ട്രീയം അദ്ദേഹത്തിനെതിരെ അതെ അദ്ദേഹത്തിനെതിരെ ഞാൻ പറഞ്ഞല്ലോ, ആർക്കെതിരെ ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ സമഗ്രമായ അന്വേഷണം വരണം. ഒരു നടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ആ നടി പറഞ്ഞ കാര്യങ്ങൾ മീഡിയ വിശ്വസിക്കുന്നു, പിന്നെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്.